ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലീവിലാണല്ലോ. പിന്നെ നമ്മളെ ഷോപ്പിൻ്റെ റീ ഓപ്പണിങ്ങിനെ സംബന്ധിച്ച് കട ലീവിലല്ലേ. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വൈകുന്നേരത്തിനൊരു ചായക്കൊരു കടി വേണമല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ റസ്ക് പൊടി ഇരിക്കുന്നുണ്ട് കേട്ടോ. നോമ്പിന് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ അല്ലേ, നോമ്പ് നോറ്റിക്കാണ് എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാലോ ആർക്കറ്റത് അത് കഴിക്കാനും പറ്റില്ല, കജ്ജൂല. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തിന്നെങ്കിലായി. അപ്പോൾ അതുപോലെ തരക്കഞ്ഞി, പിന്നെ ഈ കടലറ്റൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ. അപ്പോഴാകുമ്പോൾ തിന്നും ചിലവായും പോകുമല്ലോ. മോനെ നല്ല ഇഷ്ടമാണ് കേട്ടോ കടലറ്റ്. അപ്പം ഇന്നിങ്ങനെ കടലറ്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ചപ്പൊന്നുമില്ല കേട്ടോ, ചപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കടലറ്റക്ക് മെയിൻ ചപ്പ് വേണം നമുക്ക്. അല്ലാത്ത സാധനമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഉച്ചക്ക് നമ്മൾ ചിക്കനായിരുന്നു പിന്നെ ഉണ്ടാക്കിയ മീനൊന്നല്ലേനു. അപ്പോൾ അതിൽ നിന്നൊരു 4 പീസ് എടുത്ത് വെച്ച് നമ്മളതും മിക്സിയിൽ നല്ല അരച്ച് ചേർത്തിട്ടുണ്ട്. അരക്കല്ല, ഒന്നുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടി അറിയില്ലല്ലോ. നോമ്പ് പറന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേണ്ടേനും. അതുപോലെ തന്നെയാണ് 27-ന് അപ്പം ചുടലൊക്കെ. ഞാൻ ഒരു 4-5 വർഷമായിട്ട് അതൊക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ. കാരണം ഒന്നുമില്ല, നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കും, ആരും ഒറ്റത് കഴിക്കൂല. 2 ദിവസം കഴിയുമ്പോൾ അത് കഞ്ഞിവെള്ളത്തേക്ക് ഇടേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ആദ്യമൊക്കെ ഞങ്ങളവിടെയുള്ള ദോരക്കാൻ വരും ഒരു മൊല്ലാക്ക, അത് അപ്പൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. ഇപ്പോഴും കൊണ്ടുപോകും, പക്ഷേ അത് ഒരു 12 മണിക്കാനൊക്കെ വരും. അപ്പോൾ ഒന്നും ആയി കിട്ടൂലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഷോപ്പ് തുറന്നതുകൊണ്ട് തീരെ പരിപാടി ഇല്ല കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് കൊടുന്ന അട്ടിക്കൊക്കെ ഞങ്ങളമ്മ 5 കിലോ ഒക്കെ വെള്ളത്തിട്ടേക്കും അരി. ഇടിക്കാനൊരു ചേച്ചിയും വരും കേട്ടോ. ചേച്ചി അങ്ങനെ ഇടിക്കുമ്പോൾ അങ്ങനെ പിന്നെ തരിച്ചും ചെയ്യും. എന്നിട്ടത് മാവ് കൂട്ടി അന്ന് വൈകുന്നേരം വരെ ആ ഒരു പരിപാടിക്കാരം. പിന്നെ മാവ് കൂട്ടി അത് ചുട്ട് ഒരു കാലം നിറച്ച് നെയ്യപ്പം ഉണ്ടാവും, ഉണ്ണിയപ്പം ഉണ്ടാവും, കലത്തപ്പം ഉണ്ടാവും. കലത്തപ്പത്തിന് ഭയങ്കര ടേസ്റ്റാണല്ലേ ആ മണ്ണും ചട്ടി ചുടണേ. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ ഒക്കെ വലയാൻ തുടങ്ങും. അപ്പം എന്താ ചെയ്യലറിയോ, ഈ അപ്പം തന്നെ പിറ്റേന്ന് തിന്നാൽ തന്നെ നെഞ്ഞ് നീറലാണ് ഈ ഗ്യാസ് ഉള്ളവർക്ക്. എനിക്കൊക്കെ നല്ല നെഞ്ഞ് നീറും, എന്നാലും പഴിച്ചക്കൊക്കെ തിന്നും. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും കേട്ടോ, വരച്ചിൽ മാറാൻ വേണ്ടി ഉണക്കിയെടുത്തിട്ട് പിന്നെ 6 നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മളെ ശർക്കര ഉരുക്കിക്കാണ്ട് അതിലിട്ടുകാണ്ട് തിളപ്പിച്ചു. എന്നിട്ട് ചിലപ്പോൾ തേങ്ങ ചിരകിയിടുക, പൂണ്ടിടുക. അമ്മക്ക് പല്ലില്ലാത്തതുകൊണ്ട് ചിരകിയാണ് ഇടുക. എന്നിട്ടത് പ്ലേറ്റിലാക്കി കോരി തിന്നും. അന്ന് അങ്ങനെയൊക്കെ ചെയ്തു. എന്നാലും സാധനങ്ങൾ കേട് വരുത്തൂല എന്നതിന് അന്നത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആർക്കായിട്ടൊന്നും വേണ്ടതിന് ഉണ്ടാക്കിയത് പിറ്റേന്നൊക്കെ ആയിട്ട് എടുത്തേക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ അല്ലേ. നമ്മൾ ആരാണെങ്കിലും നമ്മളെ മക്കൾക്കൊന്നും തലേന്നത്തെ ഒരു സാധനവും വേണ്ട, നമുക്കും വേണ്ട. അപ്പം ഇങ്ങനത്തെ ഒക്കെ അനുഭവം ഉള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടിയിട്ടാണ്. നമ്മളെ കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ വേറെയാണ്. അന്ന് പിന്നെ നെയ്യപ്പൊക്കെ ചുടുമ്പോൾ നമ്മൾ ഈ 27-ന് നമ്മളെ പ്രത്യേകിച്ചും നോമ്പൊൽപ്പിച്ചും 17 ആണ്ടിൻ്റെ അന്നൊക്കെ ചെറിയ കുട്ടികളായിരുന്നില്ലേ. പിറ്റേന്ന് നോമ്പൊൽക്കൂല ഈ അപ്പം തിന്നാനായിട്ട്. ഇപ്പോഴുള്ള മക്കൾക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കൾക്കെന്നല്ല, ഞമ്മക്കും ആവശ്യമില്ല. അപ്പങ്ങൾ ഒരു മധുരമുള്ള സാധനത്തിനോട് നമുക്കൊരാഗ്രഹം ഇല്ലല്ലോ. ഞാൻ അങ്ങനെ കഴിക്കലില്ല കേട്ടോ. മധുരമുള്ളതൊന്നും വലിയ ഇഷ്ടമില്ല. ഒരു കാലത്ത് അതിനൊക്കെ ഭയങ്കര ആഗ്രഹം, അന്നൊക്കെ തിന്നും ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നിനും വേണ്ട. അപ്പോൾ വർത്താനത്തിൽ കൂടെ നമ്മൾ കടലറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ കടലറ്റിൻ്റെ റെസിപ്പി അല്ല കേട്ടോ അത് പറയുന്നത്. അതൊന്നും അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പറഞ്ഞു കണ്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ എന്നും പറയണം, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കുമ്പോൾ തൊടാൻ മറക്കല്ലിട്ട മക്കളെ. അതുപോലെ ഷെയറൊക്കെ ചെയ്യണം, കമൻസ് വേണം. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് വരെ എത്തിച്ചത്. നിങ്ങളാണ്. ഇവിടെ നിന്നാണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ചോദിക്കുന്നുണ്ട് ഫാമത്തെ വീഡിയോ ഇനി ഉണ്ടാവൂലേന്ന്. 2 ചേനലുള്ള പശുക്കളുണ്ട്, ഓരവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോ വീഡിയോ ഇടയ്ക്കൊക്കെ ഇടണ്ട കേട്ടോ. കാരണം ചേനയുള്ളവർക്കൊന്നും ഒരു വിലയും കാണുന്നില്ല. ചേനയുള്ളവരെ ഇനി നമുക്ക് നിർത്തിയാലും നമുക്ക് ഇവിടെ നിന്നാണ്ട് മെച്ചം ഉണ്ടാവുള്ളൂ. അവർക്ക് ചേന മൂക്കണോടത്തോളം. ഒന്നൊരു 8-ാം മാസം ആയത്, ഒന്നൊരു 4-ാം മാസം ആയതാണ്. അപ്പോൾ ഓരവിടെ നിൽക്കട്ടെ വിചാരിച്ചു. നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഏതൊരു
മുതലിന് ഒരു വില ഒരു താത്തിക്കെട്ടലാണല്ലോ, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഫാമിൻ്റെ വീഡിയോ കണ്ട് വന്നവരാകും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഫാമിൻ്റെ വീഡിയോ ഇടണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിക്കണ ചട്ടിക്കൊന്നും നോക്കണ്ട കേട്ടോ. ഇത് ഒരു അന്നാലുമിനിയത്തിന് ചട്ടി എല്ലാം കട്ടിയുണ്ട്. നമ്മളെ കുടിരിക്കലിനേറ്റേ കൊണ്ടുവന്ന ചട്ടിയാണ്. കൊണ്ട് 10-15 വർഷം പഴക്കേണ്ടത്. അപ്പോൾ ഈ കട്ലറ്റിനാകുമ്പോൾ ഒരുപാട് എണ്ണ വേസ്റ്റായി പോകണ്ടല്ലോ വെച്ചിട്ട് 4 എണ്ണം പൊരിച്ചെടുക്കാൻ ഇതെടുത്താട്ടെ. ഈ എണ്ണ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ, അതിൻ്റെ ആ കരി പോലെ ആവും റസ്ക് പൊടിയൊക്കെ ഉണ്ടായിക്കാണ്ടേ. അല്ലെങ്കിലും അധികമൊന്നും ഉപയോഗിച്ച എണ്ണ നമ്മൾ ഉപയോഗിക്കലില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ചട്ടീനെ ഒന്നും കമൻറ്റിലൊന്നും വിടല്ലേ കേട്ടോ. ചട്ടിയൊക്കെ നല്ല അടിപൊളി ചട്ടിയാണ്. ചട്ടിയൊക്കെ നമ്മളെടുത്തുണ്ട്, ഇല്ലായിട്ടല്ല, ഇതിന് നല്ലത് ഇതാണെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ നിങ്ങളൊക്കെ നോക്കിക്കണം, നമ്മൾ പപ്പടം പൊരിക്കുന്ന ചട്ടിയിലൊക്കെ മീൻ പൊരിച്ചാൽ ആ എണ്ണയിലല്ല, ഇങ്ങനത്തെ ഈ കുണ്ടുള്ള ചീനച്ചട്ടിയിലൊക്കെ മീൻ പൊരിച്ചെടുത്താലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ മീൻ പൊരിച്ചിട്ട് ചട്ടിയിൽ പൊരിക്കണേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ കട്ലറ്റൊക്കെ എല്ലാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കട്ലറ്റ്, സമൂസ അങ്ങനത്തെ ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ കേട്ടോ. പിന്നുള്ളതൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല, നമുക്ക് അതിനൊന്നുള്ള ടൈമില്ലല്ലോ, ഫുൾ ടൈം ബിസിയാണ്. ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച നമുക്ക് റെസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കട്ലറ്റൊക്കെ റെഡി ആയപ്പോഴത്തേന് ഈ ഇക്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാൻ നിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. വൈകുന്നേരത്തിൽ പോയപ്പോൾ വന്നതാണ്. അപ്പോൾ സോസ് വേണം കേട്ടോ ഇവർക്കത് കഴിക്കണമെങ്കിൽ. സോസ് ഇല്ലല്ലോ ഓണെന്ന് പറയുന്നത്. അപ്പോൾ ഷവർമ്മൻ്റെ കൂടെ കൊണ്ടുവന്ന 3-4 സോസിൻ്റെ പാക്കറ്റ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ലറ്റിൻ്റെ റെസിപ്പി നമ്മൾ പറയാം, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ചിക്കന് കുറച്ച് അധികം വേണം, എന്നാലേ കട്ലറ്റ് രസം ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ചിക്കന് പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ, എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും ചിക്കനൊക്കെ കിട്ടും. അപ്പോൾ ഇനി 2 കട്ലറ്റ് കൂട്ടി നല്ല ചൂടുള്ള കട്ടൻ ചായ സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.